നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്ന വഴി പയ്യനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ പയ്യനും അമ്മയും മരിച്ചു. പയ്യന് ആദ്യ ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടി മാത്രം രക്ഷപ്പെട്ടു. പാവം ചന്ദ്രിക ആകെ തളർന്നിരിക്കുക. അതുകൊണ്ടെന്താ ഇങ്ങനെയുള്ള അവസരത്തിലെങ്കിലും ശത്രുത മറന്ന് അവിടെ പോയി ചന്ദ്രികയെ ആശ്വസിപ്പിക്കേണ്ട കടമ നമുക്കില്ലേ? ആശ്വസിപ്പിക്കണോ അത്രേ? ഇങ്ങനെ ജീവച്ഛവം പോലെ ഇരിക്കുന്ന ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ മറക്കരുത് കേട്ടോ. അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അവളാ, ആ ഒരുമ്പെട്ടോള്. സ്വന്തം കുടുംബം തൊളിച്ചിട്ട് കണ്ണി കണ്ടവന്റെ ഒപ്പം ഇറങ്ങിപ്പോയി കുടുംബം ഉണ്ടാക്കിയവളാ അവള്. ആ കുടുംബത്തിൽ നിന്നും ദുരന്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ, നീ പോയി അച്ഛനെ ഗുളിക എടുത്തോണ്ടോ ചെല്ല്. അച്ഛാ, അച്ഛന്റെ അവസ്ഥ അവള് പറഞ്ഞതല്ലേ? എന്നിട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഭർത്താവെന്ന് പറയുന്ന വൃത്തികെട്ടവനോടൊപ്പം വന്ന് അച്ഛന്റെ കാലി വീണ മാപ്പ് പറയാൻ പോലും അവള് തയ്യാറായില്ലേ? അങ്ങനെ അവള് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ എല്ലാം ക്ഷമിച്ചേനെ. ആശ്വസിപ്പിക്കണോ അത്രേ? ആ നശിച്ചവളുടെ ദുരഭിമാനത്തിന് ദൈവം കൊടുത്ത ശിക്ഷയത്. അവളെ ശപിക്കൊന്നും വേണ്ട. ഭർത്താവ് ചെയ്യേണ്ട ചില കടമകളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാ. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അന്നത്തെ സാഹചര്യത്തിൽ ചന്ദ്രിക ഒരു അവിവേകം ചെയ്തു പോയി. ഈ കുടുംബത്തിന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോ ചന്ദ്രിക ചെയ്തത് കടുത്ത തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ ഒരുപാട് മാറിയില്ലേ? ഇനിയും ഈ ദുർവാശയും കൊണ്ട് നടക്കണോ? അതുകൊണ്ട് എന്ത് വേണോടി? ഞാൻ മക്കൾക്കൊരു ദോഷം വന്ന ഒരമ്മയ്ക്കും താങ്ങാനാവില്ല. അതറിയാതിരിക്കാൻ നമ്മളും മക്കളില്ലാത്തവരല്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ അവനോട് പഴയ ചരിത്രങ്ങളൊന്നും പറയാഞ്ഞത്. സ്വന്തം കുടുംബത്തിനും രക്തബന്ധങ്ങൾക്കൊക്കെ വില കൽപ്പിക്കുന്നവനാ നമ്മുടെ മോൻ. സ്വന്തം അച്ഛനൊരു പെങ്ങളുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ ഇതുവരെ അവനെ അറിയിച്ചിട്ടില്ല. എന്നായാലും അറിയരുത്. ചന്ദ്രിക എന്ന പേര് പോലും നിന്റെയോ എന്റെയോ നാവിൽ നിന്ന് അവൻ കേൾക്കരുത്. മനസ്സിലായല്ലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.